ഇപ്പോൾ വേനൽക്കാലമല്ലേ? ഓരോ കാലാവസ്ഥയ്ക്കും അനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ വിഭവങ്ങളും നമുക്ക് ചുറ്റും പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്നു. ഒരു മുഴുവൻ ചക്കയും മാങ്ങയും കഷ്ണങ്ങളാക്കി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ലേശം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമൊഴിച്ച് നമ്മൾ വേവിക്കാനായി വയ്ക്കുന്നു. 3 വിസിൽ കൊണ്ട് ഇവ വെന്ത് കിട്ടും. ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇത്രയും പച്ചമുളകാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് എരിവ് കൂടുതൽ വേണം. തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് നമുക്ക് ഈ അരപ്പ് നന്നായിട്ട് അരച്ചെടുക്കാം. ചക്ക വെന്തോന്ന് നോക്കിയാലോ? നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വെന്തു. 3 വിസിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടി. ഇനി അരപ്പ് ചേർക്കാം. അരപ്പ് മുഴുവനായിട്ടും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മുടെ അവിയലിനേക്കാളും കുറച്ച് വെള്ളം ഈ അവിയലിന് കൂടുതൽ വരണം. കാരണം ലാസ്റ്റിൽ ഇതങ്ങ് കുറുകും. നമ്മൾ വെള്ളം ഒഴിച്ചല്ലേ, ഒന്ന് തിളപ്പിച്ചെടുത്തേക്കാം. കണ്ടോ, ഇപ്പം നമുക്ക് ഒരു അസ്ത്രത്തിൻ്റെ അവസ്ഥയിലാണ് നമ്മുടെ ചക്ക അവിയലിരിക്കുന്നത്. പക്ഷേ ഏറ്റവും അവസാനം ഇത് നമ്മുടെ സാധാരണ അവിയലിൻ്റെ ആ ഒരു ഫോമിലേക്ക് എത്തിപ്പെടും. ഇനിയും കടുക് വറുത്താലോ? കടുക് വറക്കാൻ നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെയുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ കറിവേപ്പില ആദ്യമേ ചേർത്തു, മൂപ്പിക്കുന്നില്ല. പച്ചക്കറിവേപ്പിലയാണ് ചേർക്കുന്നത്. അതിൻ്റെ ഒരു രുചി വേറെയാണ്. അതുകൊണ്ട് നമ്മൾ മൂപ്പിക്കാതെയാണ് കറിവേപ്പില ഇടുന്നത്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. കടുക് പൊട്ടിച്ചതിന് ശേഷം ചുവന്നുള്ളി ഇടുന്നു. ചുവന്നുള്ളി ഒന്ന് മൂക്കുമ്പോഴത്തേക്കും നമ്മൾ വറ്റൽമുളക് ഇടുന്നു. ഇവ രണ്ടും നന്നായിട്ട് മൂത്ത് അതിന് ശേഷം നമ്മൾ നമ്മുടെ നേരത്തെ മിക്സിലേക്ക് ഇവ ഒഴിച്ചു കൊടുക്കുന്നു. ചക്ക കൊണ്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ചക്ക പുഴുക്കുണ്ടാക്കാം, അവിയലുണ്ടാക്കാം, ചക്ക തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പുഴുങ്ങാം. അങ്ങനെ അനവധി വിഭവങ്ങൾ നമുക്ക് ചക്ക കൊണ്ടുണ്ടാക്കാം. ചക്ക കൊണ്ട് മാത്രമല്ല, നമ്മുടെ ചക്കക്കുരു ഉപയോഗിച്ച് ധാരാളം വിഭവങ്ങൾ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കാൻ കഴിയും. കൂടാതെ ചക്കയിൽ ധാരാളം മിനറൽസും വൈറ്റമിൻസും ഫൈബറും അടങ്ങിയിരിക്കുന്നു. അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. കടുക് വറുത്തത് നല്ല ബ്രൗൺ കളറായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മിക്സ് അവിയലിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടെ അവിയൽ റെഡിയായി കഴിഞ്ഞു. നല്ല രുചികരവും ഗുണവും ഉള്ള അവിയൽ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ധാരാളം വെള്ളം ഉണ്ടെന്ന് തോന്നും. കുറച്ച് കഴിയുമ്പോൾ കണ്ടോ, അവിയലിൻ്റെ അതേ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നന്നായിട്ടിരുന്ന് കുറുകുന്നയായിരുന്നു. അവിയലിൻ്റെ രീതിയായിട്ട് മാറിയത് കണ്ടോ? എങ്ങനെ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു.